എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു പലഹാരമാണ് തയ്യാറാക്കുന്നത്. ചായക്കടയിലെ പലഹാരം സുഗിയൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ റെസിപ്പി. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 അച്ച് ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 ഏലക്ക ചതച്ച് ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3/4 കപ്പ് ചെറുപയർ കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാനിത് കുതിർക്കാതെയാണ് അത് വേവിച്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു 5-6 മണിക്കൂറൊക്കെ കുതിർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 വിസലിനുള്ളിൽ നമ്മുടെ പയർ വെന്ത് കിട്ടും. അപ്പോൾ ഇത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ശർക്കര പാനിയൊക്കെ നന്നായിട്ട് വറ്റി വരണം. നല്ല മിക്സായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അതവിടെ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച പാനിയൊക്കെ ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 കപ്പ് മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി, നമ്മൾ അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ വല്ലാതെ ലൂസും ആവരുത്, വല്ലാതെ തിക്കും ആവരുത്. ഒരു സെമി തിക്ക് പാകത്തിന് നമുക്കിത് കലക്കിയെടുക്കാം. അപ്പോൾ അതാ ഈ ഒരു പാകത്തിന് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചെറുപയറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ചെറിയ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വലിയതായിട്ട് ഉരുട്ടണമെങ്കിൽ അങ്ങനെ ഉരുട്ടാട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാവരും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. എന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ഉരുളകളും ഈ ബാറ്ററിൽ ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം എണ്ണയിലിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ 2 സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സുഗിയൻ്റെ കളറൊക്കെ ഇവിടെ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതെല്ലാവരും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്